അപ്പൊ നമ്മള് ഈ വീട്ടിലാട്ട അലക്കുകല്ല് ചെയ്യാൻ വന്ന്. അപ്പൊ നമ്മളെ ഉള്ള സ്ഥലം പിന്നെ വണ്ടൂരാട്ടോ. വണ്ടൂര് ഇങ്ങോട്ട് കുതിരപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. കുതിരപ്പുഴ പൂക്കാട്ടേരി കുതിരപ്പുഴ പൂക്കോട്ടുംപാടം കുതിരപ്പുഴ പറഞ്ഞ സ്ഥലത്താട്ടോ. ഇവിടെയാണ് അലക്കുകല്ല് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ സാധനങ്ങളൊക്കെ ഇറക്കുന്നുണ്ടോ. മെറ്റൽ ഇതൊക്കെ ഉണ്ടോ, അടിപൊളി മെറ്റല്. ഇവിടെ അടിക്കാണ് കിട്ടുക, നമ്മളവിടെ ചാക്കിലാക്കി കിട്ടില്ല. ഇതൊക്കെ അടിക്കണക്കിന് അവിടെ കിട്ടുള്ളൂ കേട്ടോ. അടിപൊളി പീസാൻ്റെ ഉണ്ട്. പീസാൻ്റെ ഇറക്കിണ്ടോ. പീസാൻ്റെ ഉണ്ട് ഇവിടെ. പീസാൻ്റെ 2 ചാക്ക് സിമെന്റ്. പിന്നെ ഇവിടെ കല്ലുണ്ട്, അടിപൊളി കല്ലാട്ടോ. ഇത് നമ്മള് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. കാടപ്പടിന്ന് കൊണ്ടുവന്നാട്ടോ കല്ല്. കാടപ്പടി ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് കേട്ടോ വണ്ടൂരിലേക്ക്. പിന്നെ ടൈല് ഇവിടുന്ന് എടുത്താട്ടോ. അടിപൊളി ടൈലാണ്. പൈപ്പുണ്ട്. ഇത് പൈപ്പൊക്കെ കൊണ്ടുവന്നു കേട്ടോ. വെള്ളത്തിന്റെ പൈപ്പ്. ഇത് കുറച്ച് കട്ടിയുള്ള പൈപ്പാട്ടോ. 3 ചാക്ക് മെറ്റ് ഒരു 45 കട്ട ഇവിടെ ഇറക്കിണ്ടോ. ഇവിടെ ഇറക്കിണ്ടോ ഒരു 10-40 കട്ട ഇവിടെ ഇറക്കിന്. ഇതിന്റെ അടി കോൺക്രീറ്റ് ചെയ്തിട്ടോ. ഈ സ്ലാബ് ഈ ഇത്ര കനത്തിൽ ഈ സ്ലാബിന്റെ ഇതേ കനത്തിൽ ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ട്, ആ സ്ലാബിന് അതേ കനത്തിൽ ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ട് ഇവിടെ എങ്ങനെയാണ് ഉണ്ടാക്കും. പിന്നെ ഈ വെള്ളത്തിന്റെ കണക്ഷൻ ഇവിടെ കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഈ കോണ് മാറിയിട്ട് കേട്ടോ. ഈ കോണ് മാറിയിട്ട് ആ കോണിന്റെ ദിശ തിരിഞ്ഞിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അലക്കുകല്ല് ആ കോണിക്ക് നേരെ വരുന്നില്ല. കോണിന്റെ കുറച്ചങ്ങനെ മാറിയിട്ട് ഇവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എന്നിട്ട് പടുത്തിട്ട് ടൈലൊട്ടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല വൃത്തിയാക്കി ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞങ്ങൾ പൂക്കോട്ടുപാട് കേട്ടോ, വണ്ടൂര്. ഇതിന്റെ അപ്പുറത്തന്നെ ഫോറസ്റ്റ് കേട്ടോ. ഈ പുഴയുടെ അക്കരെ കയറിയ ഫോറസ്റ്റ് ആയിട്ടോ. ഇന്നലെ ഞങ്ങള് തങ്ങിന് വീടാട്ടോ. ഇവിടെ ഇന്നലെ കിടന്നുറങ്ങി. ഇന്നലെ മുതൽ നമ്മൾ ചെയ്യൽ തുടങ്ങി. 12 മണിക്ക് ഇന്നലെ സാധനങ്ങൾ അടുപ്പിച്ച് ചെയ്യൽ തുടങ്ങി. ഏകദേശം ഈ കോലത്തിലായിട്ട് ഇന്നലെ രാത്രി ഒരു 10 മണി വരെ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഈ കോലത്തിലായിട്ട് ഇനി ഇത് കാവി കൊടുക്കാണ്ട് കല്ല് വെക്കാണ്ട് അത് കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ടോ. നല്ല അടിപൊളി വെള്ള ടൈലാട്ടോ. ഉണ്ടല്ലേ, ഒരു കാപ്പി കളർ ഇങ്ങനെ ഡിസൈനൊക്കെ ചെയ്തിട്ട് അടിപൊളിയായിട്ട് കാപ്പി കളർ ഡിസൈൻ ചെയ്തിട്ട് അടിപൊളിയായിട്ടുള്ള ടൈലാട്ടോ. ഇനി പിന്നെന്താ, പൈപ്പിന്റെ ലൈന് ഇവിടെ 2 പുറത്തേക്ക് ഇടുന്നു കേട്ടോ. അത് നേരെ ഈ പുഴന്റെ ഈ ഭാഗത്തേക്ക് ഇടാനാ പറഞ്ഞ മുതലാളി. പിന്നെ ഈ വെള്ളത്തിന്റെ പൈപ്പ് ഇവിടുന്ന് ഒരു ടീ ഇട്ടാണ്ട് ഇതിലേക്ക് കൊടുക്കും കേട്ടോ. ഇവിടെ ടീ ഇടും. ടീ ഇട്ടിട്ട് ഇതിനെ കണക്ഷൻ എൽബോ ഇട്ടിട്ട് കൊടുക്കും. ഇവിടെ ടാപ്പ് വെക്കാണ്ടാവും. അത്ര തന്നെ ഉള്ളൂ. ഇത് കാവി കൊടുത്തിട്ട് മുഴുവനായിട്ട് കാണിച്ചു കേട്ടോ. ഇവിടെ കല്ല് വെക്കാണ്ട്. കല്ല് നല്ല അടിപൊളി കല്ലാണ്. കണ്ടില്ലേ, ഇത് നമ്മളെ കാടപ്പടിന്ന് കൊണ്ടുവന്ന കേട്ടോ. അടിപൊളി ഗ്രൂവ് വരച്ച കല്ല് കേട്ടോ. ഞങ്ങൾ സാധാരണ കാടപ്പടിന്നാണ് എടുക്കല് ഫുൾ കല്ലും. എല്ലായിടത്തേക്കുള്ള നമ്മള് കണ്ണൂർക്ക് വരെ നമ്മള് കാടപ്പടിന്ന് എടുത്തത്. കണ്ണൂർക്ക് വരെ നമ്മള് കാടപ്പടിക്കാണ് കൊണ്ടുപോയത്. ഇത് കാടപ്പടി നമ്മളെ കരുവാങ്കല്ലേക്ക് പോണ വഴിക്കില്, കാടപ്പടിന്ന് കരുവാങ്കല്ലേക്ക് പോണ വഴിക്കില് ഇടത്തെ ഭാഗത്ത പള്ളി എത്തണ്ട, അതിന്റെ ഇടത്തെ ഭാഗത്തന്നെ കേട്ടോ. എത്തുന്നതിന് മുന്നേ ഇടത്തെ ഭാഗത്തന്നെ ഈ കല്ല് കിട്ടും കേട്ടോ. അവിടുന്നാണ് ഈ കല്ലെടുത്തത്. അപ്പൊ ഈ കല്ല് ഇനി ഇവിടെ അങ്ങനെ കുടുക്കി ഫിറ്റ് ചെയ്യാണ്ട് കേട്ടോ. ഇതിങ്ങനെ കുടുക്കിട്ട് ഫിറ്റ് ചെയ്യാണ്ട് നമുക്ക് ഇവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാണ്ട് അത്രേ ഉള്ളൂ. പിന്നെ ഇത് ഗ്രൗട്ട് വെച്ച് ഉറപ്പിക്കാണ്ട് സാധനം നമ്മള് സ്വിമ്മിംഗ് പെയിന്റാണ് അടിക്കാൻ പറഞ്ഞത്. സാധനം ഉണ്ട്, ഇത് ഉണങ്ങണനുസരിച്ച് ഉണ്ടാവും. ഇല്ലെങ്കിൽ ഞങ്ങള് കാവി അടിക്കിട്ടോ. സാധനം കൊണ്ടുവന്നിന് ലിറ്ററിന് 400 ചില്ലറ രൂപയാണ് ആ പെയിന്റിന് കേട്ടോ. അപ്പൊ അത് വാങ്ങിയിട്ടുണ്ട്. സാധനം നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാന്ന്. ഇത് ഉണങ്ങണതിനനുസരിച്ചുണ്ടാവും. ഈ പെയിന്റ് ആട്ടോ നമ്മൾ അടിക്കാൻ പോണ്. ഈ പെയിന്റ് കേട്ടോ സ്വിമ്മിംഗ് പൂളിൽ അടിക്കുന്ന വാട്ടർ പെയിന്റ് ആണ്. വാട്ടർ പ്രൂഫിന്റെ പെയിന്റ് ആണ് കേട്ടോ. ഇത് അടിക്കാട്ടോ. നീല കളർ ഉണ്ടാവും ഈ പെയിന്റ് കേട്ടോ. ഇത് അടിക്കുക. ഇതിന് ഒരു 1/2 ലിറ്റർ മതി. ഇത് 1 ലിറ്റർ ഉണ്ട്. 1/2 ലിറ്റർ ഒക്കെ മതിയാവും. ഇത്ര വേണ്ട, 1/2 ലിറ്റർ മതിയാവും രണ്ടിനും കൂടി. അപ്പൊ അത് അടിക്കണ്ട് കേട്ടോ. അടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. എല്ലായിടത്തും നമ്മള് പിന്നെ കറുപ്പ് ചുവപ്പൊക്കെ അടിക്കല്. ഇതിപ്പോ നമ്മള് നീലാണ് അടിക്കുന്നത് കേട്ടോ. അപ്പൊ മുതലാളിക്ക് നീല മതിയായിരുന്നു. അപ്പൊ സ്വിമ്മിംഗ് പൂളിൽ അടിക്കണ നീല അടിക്കുക കേട്ടോ.
അപ്പൊ ഞങ്ങള് വൃത്തിയാക്കി നല്ല വെള്ള ടൈലില് നീല സ്വിമ്മിംഗ് പൂള് അതിലടിക്കണ നീല പെയിന്റ് അടിച്ചിട്ട് സ്വിമ്മിംഗ് പൂളിൽ അടിക്കുന്ന നീല പെയിന്റ് അടിച്ചിട്ട് നല്ല ഒരയുള്ള കല്ലാണ്, വെള്ള ടൈലാണ്. അതില് കാപ്പി കളർ ഡിസൈൻ അടിച്ചിട്ടോ, കാപ്പി കളർ ഇങ്ങനെ ഉണ്ടല്ലേ, നല്ല ഡിസൈൻ. ഇത് നമ്മളെ വെള്ളത്തിന്റെ പൈപ്പാട്ടോ. അത് ഇവിടുന്ന് ഈ ഇതിലേക്ക് വരുന്ന ഇവിടെ ഒരു ടീ ഇട്ടിട്ട് നേരെ അങ്ങോട്ട് ഒരു എൽബോട്ട് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇവിടെ ഒരു കണക്ഷൻ കൊടുത്തിട്ടോ. ഇനി ഇത് ഇങ്ങനെ തുറന്നിട്ട് ഇവിടെ ടാപ്പ് കൊടുക്കാനുള്ളൂ. ബാക്കി ഇവിടെ 2 പൈപ്പ് കൊടുത്തിട്ടോ. സാധാരണ നമ്മൾ പറയണ മാതിരി തന്നെ 2 പൈപ്പ് കൊടുത്തിട്ട് ഇനി വേണമെങ്കിൽ ഇത് ഇവിടെ ഒരു ഓൺ ഓഫ് ഫിറ്റ് ചെയ്യാം. ഇതിന് കപ്ലിങ്ങിനൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഓൺ ഓഫ് ഫിറ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഈ ടോപ്പിനെ കംപ്ലീറ്റ് ഇത് വാങ്ങാൻ കിട്ടും സാധനം. 250 റുപ്യ, 210, 220 റുപ്യക്ക് സാധനം വാങ്ങാൻ കിട്ടും. ഇതിന് കുഴപ്പമുണ്ടെങ്കിൽ ഇത് വാങ്ങിയിട്ട് ഈ ഇത് അടക്കം 2 സെറ്റ് അടക്കം വാങ്ങാൻ കിട്ടുക. അപ്പോൾ ഈ സാധനം വാങ്ങിയിട്ട് ഇതിന് കുടിക്കാനും മതി, അല്ലെങ്കിൽ ഇവിടെ ഒരു ഓൺ ഓഫ് ഫിറ്റ് ചെയ്താലും മതി, അത്രേ ഉള്ളൂ. പിന്നെ നല്ല വൃത്തിയിൽ നല്ല വെള്ള ടൈലാണ്. കുറച്ച് ചാട്ടം വെച്ചിട്ടുണ്ട്, ചെറിയൊരു ചാട്ടം ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഒരു മേശ മോഡല്, ടേബിൾ മോഡല് ചെറിയൊരു ചാട്ടം ചിറ്റോടിട്ട് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അതൊരു സ്റ്റൈലിനാണ് കേട്ടോ. മറ്റേതൊരു ബോക്സ് മോഡല് കിടക്കും. ഇതാകുമ്പോൾ ഒരു ടേബിൾ മോഡല് കാഴ്ചയുണ്ടോ, ചെറിയൊരു ചാട്ടട്ടാല് കിട്ടില്ല. എല്ലായിടത്തും ഉണ്ട്, ചിറ്റോടിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു മോഡൽ ചെയ്ത് കൊടുക്കുകയാണ്. എല്ലായിടത്തും ഇടലുണ്ട്. ഇവിടെ ഒരു പ്രത്യേക ഡിസൈനിൽ അങ്ങനെ ചെയ്തത്. പിന്നെ ഇത് നമ്മള് ഇവിടെ കുതിരപ്പുഴ കേട്ടോ, വണ്ടൂര് കഴിഞ്ഞ് വാണിയമ്പലം കഴിഞ്ഞ് പിന്നെ ഇവിടെ റോഡ് നേരെ പോണ കുതിരപ്പുഴ തോടാണ്. ഇത് കുതിരപ്പുഴ എന്ന് പറഞ്ഞ തോട് എന്താണ് മാടമ്പിൽ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. അവിടെയാണ് നമ്മളിന്ന് വർക്ക്. ഇന്ന് കഴിഞ്ഞ് ഞങ്ങൾ പൂരാണ് നാട്ടിലേക്ക്. അടുത്ത ഞങ്ങള് തലപ്പാറ ആ ഭാഗത്തേക്കാണ് സൈറ്റ് പറഞ്ഞത്. തലപ്പാറ